ഹലോ. ഹലോ, നമ്മൾ ഇന്നത്തെ സെഷൻ ഫുഡ് സയൻസിൻ്റെ ഓറിയൻറ്റേഷൻ സെഷനാണ്. ഹംന മാം ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് എൻലേൺ ഇപ്പം നിങ്ങൾക്ക് വന്ന സ്റ്റുഡൻസിന് എന്താണ് എൻലേൺ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഞാൻ ജസ്റ്റ് എൻലേൺ എന്താണെന്ന് പറഞ്ഞുതരാം. 2023 ജാനുവരിയിൽ നമ്മൾ 2-3 മാസങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ആരംഭിച്ചൊരു ക്ലാസ്സാണ്. 50 സ്റ്റുഡൻസ് ആയിരുന്നു ആ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് 25 സ്റ്റുഡൻസും, അതായത് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. 25 സ്റ്റുഡൻസിന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടി. അതായത് ഒരു സക്സസ് ആയിട്ട് മുന്നോട്ട് പോയി. പിന്നീട് നമ്മൾ തൊട്ടടുത്ത വർഷം 370 കുട്ടികൾ വീതം ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോയി. അതിൽ 294 കുട്ടികൾക്കും സക്സസ് റേറ്റ് ഉണ്ടായി. പിന്നീട് നമ്മൾ CSIR നെറ്റ്, CUT UG ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് UGC നെറ്റും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2025 എത്തിയ സമയത്ത് നമ്മളിപ്പം 800 കുട്ടികളാണ് ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ളത്. അതിൽ 600 കുട്ടികളും നമുക്ക് പ്ലേസ്ഡ് ആയിട്ടുണ്ട്, അതും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ. IIT, NIT, അതുപോലെ തന്നെ CUT ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവർക്ക് അഡ്മിഷൻ കിട്ടിയത്. ഇപ്പം നമ്മളൊരു വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് എൻലേണിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറഞ്ഞ എമൗണ്ട് കൊണ്ട് ബെറ്റർ ക്ലാസ്സസ്, അതൊരു ക്ലിയർ പാത്ത് വേ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻലേണിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻലേണിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കുക, ഇൻഫോം ചെയ്യുക. അപ്പം നമുക്ക് സീറ്റുകൾ അവൈലബിൾ ആണ്. ക്രാഷ് കോഴ്സുകളൊക്കെ നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയട്ടോ. ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഹംന മാം ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫ്രം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. മാം നിങ്ങൾക്ക് PGയുടെ സിലബസ്, അതുപോലെ തന്നെ എക്സാം പാറ്റേൺ, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആൻഡ് സ്റ്റഡി റോഡ് മാപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. നമ്മൾ സെഷൻ്റെ ലാസ്റ്റ് ഒരു കുറച്ച് ടൈം നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ തരും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹംന മാം ക്ലാസ് തുടങ്ങിക്കോളൂ. ഓഡിബിൾ അല്ലേ? ഹലോ. അതെ മാം. ഓക്കെ. സോ ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കുറിച്ചിട്ടുള്ള, അതായത് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാനർ പോലെ ഞാൻ എല്ലാം പറയും. അതായത് ഏതൊക്കെ കോളേജിലാണ് നമ്മളെ കോഴ്സ് ഉള്ളത്, ഇതിന്റെ വെയിറ്റേജ് ഓരോ ചാപ്റ്റർ വൈസ്, പിന്നെ ഏതൊക്കെ സിലബസ് ഇൻ ഡെപ്ത് ആയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കോഡ് വരുന്നത് SCPQ12. ഇതാണ് നമ്മുടെ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കോഡ് വരുന്നത്. കോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ SCPQ എന്ന് പറഞ്ഞാണ് നമ്മുടെ കോഡ് വരുന്നത്, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് നിങ്ങൾക്കറിയാം നമ്മൾ അഡ്മിഷന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ്, ഒരു മിനിറ്റ് വെയിറ്റ്, നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ആവുന്ന കാണുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആപ്ലിക്കേഷൻ ഫോം ഇപ്പൊ വന്നിട്ടുണ്ട്. 14th ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 14 ജാനുവരി ആകുമ്പോഴത്തേനും തീരും. നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് എങ്ങനെ വരുന്ന വെച്ചാൽ 14th ജാനുവരി 2026 ആകുമ്പോഴത്തേനും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം നിങ്ങളെ ആപ്ലിക്കേഷനും ഫോമും കാര്യങ്ങളും. അപ്പൊ അതിന്റെ കറക്ഷൻസും കാര്യങ്ങളും വിൻഡോ ഒക്കെ ഓപ്പൺ ആവും 18th ജാൻ ആകുമ്പോൾ. പിന്നെ അതേപോലെ സിറ്റി സെന്ററും ഏതൊക്കെയാണ് വരുന്ന അഡ്മിറ്റ് കാർഡൊക്കെ പിന്നെ ലേറ്റർ പറയും. അപ്പോൾ ആസ് യൂഷ്വൽ ലാസ്റ്റ് ഇയർ ഉള്ളത് പോലെ തന്നെയാണ് മാർച്ച് 2026 നിങ്ങളുടെ എക്സാം ഡേറ്റ് വരുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെയായിരുന്നു. നിങ്ങളുടെ സെമ്മിന്റെ കൂടെയാണ്, നിങ്ങൾ ലാസ്റ്റ് സെം എഴുതുന്ന കൂടെ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമും ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റുഡൻസ് ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്. നിങ്ങളെ സെം വൈസ്, അതായത് നിങ്ങളെ 6th സെം, അതായത് ഇഫ് ഒരു ഇയർ ഗ്യാപ്പ് എടുക്കുന്നവരല്ല, അപ്പൊ നിങ്ങളുടെ ഗ്രാജുവേഷൻ ഡിഗ്രിയുടെ കൂടെ തന്നെ എഴുതുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ 6th സെമ്മിന്റെ കൂടെ ആയിരിക്കും എന്ത് വരിക, നിങ്ങളെ CUTയുടെ എക്സാമും വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം തന്നെ ഇപ്പൊ പഠിച്ചു പോകും. നിങ്ങളിപ്പോ 6th സെമ്മിൽ ഇപ്പൊ 5th സെം ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ടോപ്പിക്സ് പഠിക്കുന്നത്, അത് ഇപ്പൊ നമ്മുടെ ടോപ്പിക്സുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അത് ഇപ്പം തന്നെ ഒന്ന് പഠിച്ചിട്ട് പോവാ. പിന്നെ 6th സെം ആണെങ്കിൽ 6th സെമ്മിൽ നമ്മുടെ പേപ്പേഴ്സ് വരുന്ന ടോപ്പിക്സ് ഉണ്ടാവും. ആ ടോപ്പിക്സ് അപ്പൊ തന്നെ പഠിച്ചിട്ട് പോവാ. ബിക്കോസ് നമുക്ക് ടൈം ഉണ്ടാവില്ല, മാർച്ചിലാണ് എക്സാം വരുന്നത്.
പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ ആയിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ സൈറ്റ് വരുന്നത്. അപ്ലിക്കേഷൻ ഫില്ലാക്കേണ്ട സൈറ്റ് ഇതാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ്. ഇനി നമുക്ക് ഓരോ കോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഏതൊക്കെ കോളേജിലാണ് വരുന്നത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ കോളേജിലാണ് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ളത് പോണ്ടി യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, MSc ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ ഉണ്ട്. 2 പ്രോഗ്രാമാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഓഫർ ആക്കുന്നത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ആണ് വരുന്നത്. അവിടെ MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി മാത്രമേ ഉള്ളൂ. പിന്നെ ബാബാ സാഹിബ് ഭീംറാവോ അംബേദ്കർ യൂണിവേഴ്സിറ്റി MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അവിടെ MVOC ആണുള്ളത്, ഫുഡ് സയൻസ് ആൻഡ് മാനേജ്മെന്റ്. അതായത് പ്രീവിയസ്ലി പണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബനാറസിൽ ഉണ്ടായിരുന്നത് MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിരുന്നു. അതിപ്പം MVOC ആയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു 2 years ആയിട്ടുണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഉള്ളത് മിസോറം യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ MSc ഫുഡ് ടെക്നോളജി ആണ്. പിന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി MSc ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് ടെക്നോളജി. അപ്പം പോണ്ടിയിൽ മാത്രമാണ് 2 ഓഫേഴ്സ്, 2 ഉള്ളത്, MSc ഫുഡ് സയൻസ് ടെക്നോളജിയും MSc ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനും. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളിപ്പോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 4 പ്രോഗ്രാമിന് ചെയ്യാൻ പറ്റും ടോട്ടലി. അപ്പൊ ചിലവര് MBA അങ്ങനെ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ചിലവർ MBA അഗ്രികൾച്ചർ എടുക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചറിന്റെ എക്സാം എഴുതുന്നുണ്ടാവും, ഫുഡ് ടെക്നോളജി ഉണ്ടാവും, ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, അങ്ങനെ 4 പേപ്പറൊക്കെ എഴുതുന്നവരുണ്ടാവും. ഓരോ ദിവസമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പം ഇതിനൊക്കെ പോണ്ടി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങളുടെ സ്കോർ കാർഡും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് എന്താണ് ഓരോ യൂണിവേഴ്സിറ്റിയിൽ ഇൻഡിവിജ്വൽ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പോണ്ടി യൂണിവേഴ്സിറ്റിയിൽ വേറെ തന്നെ അപ്ലൈ ചെയ്യണം, പഞ്ചാബിലാണെങ്കിൽ വേറെ തന്നെ അപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനും കൊടുക്കുക, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിക്കും വേറെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പം മെയിൻ ആയിട്ട് സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യുക പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലായിരിക്കും. പിന്നെ അവിടെ ആളില്ല എന്നല്ല, അവിടെയും പഠിക്കുന്നുണ്ട്. ബാബാ സാഹേബ് ഭീംറാവോ അത് UP-യിലാണ് വരുന്നത്. പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മിസോറം, ഇത്രയും യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജീസ് ഉള്ള കോളേജസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സിലബസിലോട്ട് പോവാം. സിലബസ് ഞാൻ ആദ്യത്തെ ഇതില് ജസ്റ്റ് എന്തൊക്കെയാ വരുന്നതെന്ന് ഞാൻ ക്രാക്ക് ചെയ്ത്, ഇത് ക്രാക്കിംഗ് ജസ്റ്റ് എന്താണ് വരുന്നത് നിങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞിട്ട് വെക്കും കേട്ടോ. അപ്പൊ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ, തിയറി, അങ്ങനെ കുറച്ചധികം ഉണ്ട് നമ്മുടെ സിലബസ്. അപ്പൊ ഇൻട്രൊഡക്ഷന് നമ്മൾ എന്താ ഫുഡ് ടെക് എന്താണെന്നുള്ള കാര്യങ്ങൾ, ഫുഡിൽ ഏതൊക്കെ ടോപ്പിക്സ് വരുന്നു, പിന്നെ മാക്രോ ന്യൂട്രിയൻസ്, ബ്രൗണിങ്, ഇതിനൊക്കെ പറ്റിയാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. പിന്നെ തിയറി, സീരിയൽസ് ഉണ്ട്, പൾസസ് ഉണ്ട്, വീറ്റ് ഗ്രെയിൻ ടെക്നോളജി, മിൽക്ക്, എഗ്, മീറ്റ്, ഫിഷ്, പോട്രി, പിന്നെ ചോക്ലേറ്റ്, ഷുഗർ, ഫാറ്റ്സ് ആൻഡ് ഓയിൽ. ഇത് ജസ്റ്റ് ഇപ്പൊ പേര് മാത്രമേ മെൻഷൻ ചെയ്തുള്ളൂ. ഇത് തന്നെ സീരിയൽസിൽ തന്നെ കുറച്ച് നിങ്ങൾ 5th സെമ്മിലൊക്കെ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, സീരിയൽസ് തന്നെ ഇൻ ഡെപ്ത് ആയിട്ട് ഓരോ സീരിയൽസിന്റെ, റൈസിന്റെ, വീറ്റിന്റെ ഓരോന്നേയും പ്രോസസ്സിങ്, മില്ലിങ്, ഗ്രൈനിങ്, അങ്ങനെ പറഞ്ഞ കുറെ സ്റ്റെപ്സും കാര്യങ്ങളും. അപ്പൊ ഇത് ജസ്റ്റ് മെൻഷൻ ആക്കിയിട്ടുള്ളൂ. ഇത് തന്നെ കുറച്ചധികം പഠിക്കാണ്ട്. എഗ്ഗിലാണ്, മീറ്റ് എല്ലാം, പൾസസ്, വീറ്റ് ഗ്രെയിൻ, മിൽക്കിലാണെങ്കിൽ മിൽക്കിൽ നടക്കുന്ന ഓരോ പ്രോസസ്സിങ്, പാസ്ചറൈസേഷൻ ഉണ്ടാവും, അസെപ്റ്റിക് പ്രോസസ്സസ്, പിന്നെ എല്ലാം ഇൻ ഡെപ്ത് ആയിട്ട്. പിന്നെ ഇതിന്റെ അകത്ത് തന്നെ ഡയറി എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ ഇപ്പം പഠിക്കുന്നതിന് കൂടെ തന്നെ, നിങ്ങൾ കോളേജിൽ പഠിക്കുന്നതിന് കൂടെ തന്നെ പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പൊ ഓരോന്നും കുറച്ചധികം നമുക്ക് വരുന്നുണ്ട് സിലബസിൽ. പിന്നെ ബേക്കറിയിൽ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, പിന്നെ ബ്രെഡിനെ പറ്റിയിട്ട് പറയുന്നുണ്ടാവും. ഇതിലൊക്കെ ഓരോ പ്രോസസ്സിംഗ് ഉണ്ടാവും. ഇതില് നമ്മൾ നീഡിങ് അങ്ങനെ ഓരോന്നുണ്ടാവില്ല, സ്റ്റെപ്സും കാര്യങ്ങളും. അങ്ങനെ ആയിരിക്കും നമ്മുടെ CUT എക്സാമിന് ചോദിക്കുക. ഇപ്പൊ ഞാൻ ഇതിന്റെ ഈ സെഷന്റെ എൻഡിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ബിസ്ക്കറ്റ് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക, പേസ്ട്രീസ് എങ്ങനെയാണ് പേസ്ട്രീസിൽ പ്രോസസ്സിങ്, കേക്ക് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക, ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക, അങ്ങനെ ഓരോന്നും നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട് ആൻഡ് വെജ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് കോളേജിൽ ഉണ്ടാവും, ഒരു പേപ്പർ തന്നെ ഉണ്ടാവും. അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം ഫ്രൂട്ട് ആൻഡ് വെജിലാണെങ്കിൽ ഇപ്പൊ ജാം, ജെല്ലി, ഇതിന്റെ TSS എത്രയുണ്ട്, പിന്നെ അതേപോലെ തന്നെ എത്ര പെർസെന്റേജ് ഓഫ് ആസിഡ്സ് ഉണ്ട്, അങ്ങനെ ഓരോന്ന്, ചട്നി, സോസ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട് വെജസ്, പ്രിസർവ്സ്, കാൻഡീഡ്, ഇതിലൊക്കെ ഓരോന്നിന് TSS-ഉം വാല്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കണം. ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്സ്,
ഓക്കെ, പിഗ്മെന്റ്സ് ഏതൊക്കെയുണ്ട്, ഓരോ പിഗ്മെന്റ്സ് അതായത് ക്ലോറോഫിൽ, ഓരോ പിഗ്മെന്റ്സ് ഇല്ലേ നമ്മുടെ അതായത് നമ്മുടെ ഫുഡ്സിലും കാര്യങ്ങളും വരുന്ന ഓരോ പിഗ്മെന്റ്സും കാര്യങ്ങളും ആൻഡോസയാനിൻ. അപ്പൊ ഓരോ പിഗ്മെന്റ്സ് അത് ഹീറ്റ് ചെയ്താൽ, അതായത് ചിലതിൽ നമുക്ക് ഹീറ്റ് ചെയ്താൽ അത് നഷ്ടപ്പെട്ടു പോകും, ആക്റ്റീവായ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതാണ് ഫ്രൂട്ട് ആൻഡ് വെജിൽ വരിക. പിന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് ഹൈജീന്, അതിൻ്റെ അകത്ത് ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ. അഡൾട്രേഷൻ ഉണ്ടാവും. ഇപ്പം ഓരോ ഫുഡ് പ്രൊഡക്ട്സിന് നമ്മൾ ഇപ്പൊ ചിലതിൽ നമ്മൾ ഇപ്പൊ മിൽക്കിലാണെങ്കിൽ വെള്ളം ഒഴിക്കുക, അങ്ങനെ അതേപോലെ തന്നെ റൈസിലാണെങ്കിൽ നമ്മൾ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർച്ച് ആഡ് ചെയ്യുക, അങ്ങനെ ഓരോന്നില്ലേ. അപ്പം അങ്ങനത്തെ കുറെ ടോപ്പിക്സ് ഉണ്ട്. പിന്നെ ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏതൊക്കെ റെഗുലേഷൻസ്, ഹാസിപ്പ്, അങ്ങനെ ഓരോ ഫുഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ അപ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഫുഡിലുള്ള അഡിറ്റീവ്സും കണ്ടാമിനൻസ്, പിന്നെ ഫുഡ് സ്പോയിലേജ് ഉണ്ട്, കുറെ ടൈപ്സ് ഓഫ് സ്പോയിലേജസ് ഉണ്ടാവും. പിന്നെ ഫുഡ് ക്വാളിറ്റി ആൻഡ് മാനേജ്മെന്റ്, ഇതൊക്കെയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് ഹൈജീനെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഫുഡ് പ്രിസർവേഷനിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യണം. ഓരോ മെത്തേഡും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ഓക്കെ, ഹൈഡ്രേഷൻ ഉണ്ട്, ഡീഹൈഡ്രേഷൻ ഉണ്ട്, കോൺസെൻട്രേഷൻ, റെഫ്രിജറേഷൻ, ഫ്രീസിങ്, കാനിങ്, അസെപ്സ്, പിന്നെ ഇറാഡിക്കേഷൻ, പിന്നെ കുറെ മെത്തേഡ്സ് ഉണ്ട്. എല്ലാ മെത്തേഡ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. ഫുഡ് പാക്കേജിംഗ് ഉണ്ട്. പിന്നെ ഓരോ പാക്കേജിംഗ് മെത്തേഡ്സും കാര്യങ്ങളും ഓരോ പോളിമേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ ഏതൊക്കെ പാക്കേജിംഗ് യൂസ് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ ഫുഡ് പാക്കേജിംഗിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ ഉണ്ടാവും. അത് അതും ഒരു പേപ്പറാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് ക്രാക്കിംഗ്, അതായത് നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഞാൻ എല്ലാ ടോപ്പിക്സും എന്തൊക്കെയാ വരുന്നതെന്ന് പറയും. ഓക്കെ, പിന്നെ ഫുഡ് ക്വാളിറ്റി ടെസ്റ്റിംഗ് ഉണ്ടാവും. ഇതിന്റെ അത് നമ്മൾ സെൻസറി, നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നതല്ലേ, ഹെഡോണിക് സ്കെയിൽ വെച്ചിട്ടുള്ള ഓരോ ടെസ്റ്റിംഗ്, പിന്നെ ട്രയാങ്കുലർ ടെസ്റ്റ് ഒക്കെ സെൻസറി ഉണ്ടാവും, ട്രയാങ്കുലർ, പിന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അനാലിസിസ്, മൈക്രോബിയൽ സാമ്പിൾ, ഇതൊക്കെയാണ് ഫുഡ് ക്വാളിറ്റി ടെസ്റ്റിംഗിൽ ഉണ്ടാവും. ഇനി നമുക്ക് സിലബസ് തന്നെ ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്തൊക്കെയാണ് നമ്മുടെ സിലബസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷനിൽ വരുന്നതാണ്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഡെഫിനിഷൻ വരും, സ്കോപ്പ് ആൻഡ് കറന്റ് ട്രെൻഡ്സ് ഇൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. പിന്നെ ഓരോ ഫുഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് വൈറ്റമിൻസ്, മിനറൽസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ്, ഓരോന്ന് ഫുഡ് ഗ്രൂപ്പ്സ് ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ ഒരു ട്രയാങ്കുലർ ആയിട്ട് ടേബിൾ പോലെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പ്രോട്ടീൻ, അങ്ങനെ അങ്ങനെ ഏതൊക്കെയാണ് ഫുഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന്. പിന്നെ നമുക്ക് ന്യൂട്രിയൻസിനെ പറ്റിയിട്ട് ബാലൻസ്ഡ് ഡയറ്റ് എന്നാ, ഇതൊക്കെ ജസ്റ്റ് ഡെഫിനിഷൻ ആയിട്ടൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. പിന്നെ ഡെഫിനിഷൻ ആൻഡ് മീനിങ് ഓഫ് ഫുഡ് എന്താണ്, ഫുഡ്, പിന്നെ ന്യൂട്രിയന്റ് ഹെൽത്ത്, അതിന്റെ കൺസെപ്റ്റ്സ് എന്താണ്, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് കോളേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ബേസിക്സ് ആയിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അതാണ് ഇതിൽ ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. ഓക്കെ, പിന്നെ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും. അപ്പൊ ഓരോന്നുണ്ടാവും. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്. അപ്പം വൈറ്റമിൻസ് തന്നെ എടുക്കുകയാണെങ്കിൽ ABCD, അപ്പൊ ഫാറ്റ് സോളബിൾ ഉണ്ടാവും, ഫാറ്റ് ഇൻസോളബിൾ വൈറ്റമിൻസ് ഉണ്ടാവും. അപ്പൊ ഓരോന്നും ഓരോ മൊഡ്യൂൾ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. പിന്നെ മിനറൽസ് ആണെങ്കിലും ഏതൊക്കെ മിനറൽസ്, സിങ്ക്, കാൽഷ്യം, അയൺ, എല്ലാത്തിനും പറ്റിയിട്ട്. പിന്നെ ഓരോ ന്യൂട്രിയൻസും ഹീറ്റുമായിട്ട് എഫക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇതിൽ വരുന്നത്, ഇതൊക്കെ പറയും. ഓക്കെ, പിന്നെ ബ്രൗണിങ് കുറച്ചുണ്ട്. നിങ്ങൾക്ക് എക്സാമിൽ കുറേ പ്രാവശ്യം ചോദ്യങ്ങൾ വരുന്നതാണ്. ഏറ്റവും കൂടുതൽ ചോദ്യം എല്ലാ എക്സാമിനും, ഇതുവരെ കഴിഞ്ഞ എല്ലാ CUT-യുടെ എക്സാമിലും ബ്രൗണിങ്ങിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം കുറച്ചൊക്കെ എന്താ എൻസൈമാറ്റിക്, എന്തുകൊണ്ട് കളർ പോയി, എന്തുകൊണ്ടാണ് കളർ പോവാത്തത്, അങ്ങനത്തെ ഓരോ ചോദ്യങ്ങളാണ് വരാറ്. ഓക്കെ, നിങ്ങളൊന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും, എൻസൈമാറ്റിക്കും നോൺ എൻസൈമാറ്റിക്കും ആയിട്ടുള്ളത് ഉണ്ടാവും. മെറ്റാലിക് ബ്രൗണിങ്, ഇതൊക്കെയാണ് പ്രിവെൻഷൻ, എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഇതിന്നാണ് കൂടുതൽ പ്രിവെൻഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് എപ്പോഴും ചോദ്യങ്ങളൊക്കെ അധികം വരാറുള്ളത്. ഓക്കെ, പിന്നെ തിയറി ഉണ്ട്. തിയറിയിലുള്ളതാണ് സീരിയൽസിൽ ഓരോന്നിനും ഞാൻ പറഞ്ഞില്ല, ഓരോന്നിനും ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോകും. അപ്പൊ കോമ്പോസിഷൻ, നിങ്ങൾക്ക് സ്ട്രക്ചർ വായിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഏതൊക്കെ പാർട്സ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അപ്പം അലിയോ റെസിൻസ്, അങ്ങനെ ഓരോന്നുണ്ടാവില്ലേ, അത് ഇതിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ന്യൂട്രീഷൻസ് തരുന്നതാണ്, അങ്ങനെ ഓരോന്നും. അപ്പം കമ്പോസിഷൻ ഉണ്ടാവും, ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ടാവും, അതിന്റെ സ്ട്രക്ചർ പഠിക്കണം, എങ്ങനെ പ്രോസസ്സിങ്, മില്ലിങ്, ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് പോകണം. പിന്നെ ജലാറ്റിനൈസേഷൻ, സ്റ്റാർച്ച്, പിന്നെ ഓരോന്നില്ല, റിട്രോഗ്രഡേഷൻ, ജലാറ്റിനൈസേഷൻ, അങ്ങനെ ഓരോന്ന് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ നോക്കും. പിന്നെ അടുത്തതാണ് പൾസസിന്റെ അകത്തുള്ളതാണ് അതിന്റെ കോമ്പോസിഷൻ. ഇതേ സെയിം എന്തൊക്കെയാണ് സീരിയൽസിൽ, അതിന്റെ കോമ്പോസിഷൻ, ന്യൂട്രീഷൻ വാല്യൂ, അത് എങ്ങനെ പ്രോസസ് ചെയ്യും, ജെർമിനേഷൻ എങ്ങനെയാണ്, ഫെർമെന്റേഷൻ എങ്ങനെയാണ്, അതിന്റെ അകത്ത് പൾസസിന്റെ ആയിട്ടുള്ള ഓരോ ടോക്സിക് കോമ്പോണൻസ്, ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സും കാര്യങ്ങളും, പിന്നെ മില്ലിങ് എങ്ങനെ ചെയ്യും പൾസസിൽ,
ഇങ്ങനത്തെ ടോപ്പിക് ആയിരിക്കും പൾസസിൽ വരിക. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സസ് ഓരോന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് വരുന്നത്. അതൊക്കെ ഡെപ്തിൽ വരും കേട്ടോ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ വീറ്റ് ഗ്രെയിൻ ടെക്നോളജി തന്നെ മില്ലിങ് ഓരോന്നും അപ്പൊ സീരിയൽസ് പൾസസ് ഓരോന്നിനും മില്ലിങ്ങും കാര്യങ്ങളും അതിന്റെ പ്രോസസ്സിങ്ങും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കമ്പോസിഷൻ ഗ്ലൂട്ടൻ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. ഗ്ലൂട്ടൻ അമൈലോപെക്റ്റിന് അതിന്റെ കമ്പോസിഷനും ഒക്കെ നോക്കണം. ഓക്കെ. എത്ര പെർസെന്റേജ് ന്യൂട്രിയൻസ് ഉണ്ട്, എത്ര പെർസെന്റേജ് കാർബോഹൈഡ്രേറ്റ്സ് വരുന്നുണ്ട് എല്ലാത്തിലും, അങ്ങനത്തെ വാല്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. പിന്നെ മിൽക്കിൽ ഓരോ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിന്റെ കോമ്പോസിഷനും അതിന്റെ സ്ട്രക്ചറും ഇത് മെയിൻ ആയിട്ട് എല്ലാത്തിലും ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ ഏത് ടോപ്പിക്സ് എടുക്കാനോ അതിന്റെ കോമ്പോസിഷനും ന്യൂട്രീഷൻ വാല്യൂ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. പിന്നെ അടുത്തതാണ് അതിന്റെ ഓരോ ടെക്നോളജീസ്, ക്ലാരിഫിക്കേഷൻസ്, പാസ്ചറൈസേഷൻ, ഹോമോജനൈസേഷൻ, ഓരോ പ്രോസസ്സുകൾ, ഫോർട്ടിഫിക്കേഷൻ, സ്റ്റെറിലൈസേഷൻ, പിന്നെ ഓരോ ടൈപ്പ് ഓഫ് മിൽക്ക് ഉണ്ടാവും. ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്. അപ്പൊ അതിന്റെ അകത്ത് എത്ര പെർസെന്റേജ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡബിൾ ടോൺഡ് മിൽക്കിലാണെങ്കിൽ 9% ആണ്, ടോൺഡ് മിൽക്കിലാണെങ്കിൽ 3% ആണ്. ഇങ്ങനത്തെ ഓരോ നോട്ട് ചെറിയ ചെറിയ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നത്, എത്ര പെർസെന്റേജ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യുക. പിന്നെ എഫക്ട്, മിൽക്ക് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് കൊയാഗുലേഷൻ സംഭവിക്കും, അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ അകത്തുള്ള എഫക്ട്സ് കാര്യങ്ങൾ. പിന്നെ കുറെ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ദഹി, പിന്നെ പേട, അങ്ങനത്തെ ഓരോ പ്രൊഡക്ട്സുകളെ പറ്റിയിട്ടും പുതിയ പ്രൊഡക്ട്സ് മിൽക്ക് വെച്ചിട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകളെയും പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ ഓരോ പ്രൊഡക്ട്സ് ഉണ്ട്, ഓരോ പ്രൊഡക്ട്സിനും ഓരോ രീതിയാണ് അത് പ്രോസസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ. അപ്പം അത്രയായിരിക്കും മിൽക്കിൽ വരുന്നത്. പിന്നെ എഗ്ഗിന്റെ അകത്ത് അതിന്റെ കോമ്പോസിഷൻ, അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ, അതിന്റെ സ്ട്രക്ചർ തന്നെ ഓരോന്നായിട്ട് നമ്മൾ പറയും. ഓരോ അതായത് അതിന്റെ ആൽബുമിൻ ഉണ്ടാവും, അതെങ്ങനെ സറൗണ്ട് ചെയ്തെടുക്കുന്ന യോക്ക് ഉണ്ടാവും, യോക്കിൽ എത്ര പെർസെന്റേജ് ഉണ്ടാവും, ഫാറ്റ് എത്ര പെർസെന്റേജ്, എഗ്ഗിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനോ 1 and only എഗ്ഗാണ് നമ്മൾ ന്യൂട്രിയൻ ഏറ്റവും കണ്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ആക്കുന്നത്. അപ്പം അതിന്റെ പെർസെന്റേജ് എത്രയാണ്. പിന്നെ ഗ്രീൻ റിംഗ് ഫോർമേഷൻ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് എഗ്ഗിനെ പ്രിസർവ് ചെയ്യാം, എഗ് ഫോമിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, എഗ്ഗ് ഹീറ്റ് ചെയ്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, പിന്നെ എഗ്ഗിൽ കുക്കറീസിൽ എങ്ങനെയാണ് അതിന്റെ ഫങ്ഷൻ ചെയ്യുന്നത്, ഇതൊക്കെയാണ് എഗ്ഗിൽ വരുന്നത്. പിന്നെ മീറ്റ്, ഫിഷ്, പോൾട്രി ഇതൊരൊറ്റ ജസ്റ്റ് ഒരു സെഷനാണ്. ഇതിൽ എങ്ങനെ ഓരോന്നിനെയും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ, എങ്ങനെ ന്യൂട്രീഷൻ വാല്യൂസ് എങ്ങനെയാണ് ഓരോരുത്തർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ടെൻഡറൈസേഷൻ ചെയ്യുന്നത് മീറ്റിൽ, അങ്ങനത്തെ ഓരോ ടോപ്പിക്സ്. പിന്നെ ചോക്ലേറ്റില് ഇതിലൊക്കെ പ്രോസസ്സിങ് വരുന്നുണ്ട് കേട്ടോ. ചോക്കോ ബീൻസിന് എങ്ങനെയാണ് നമ്മൾ ചോക്കോ ബീൻസിന് എങ്ങനെയാണ് എടുക്കുന്നത്, പിന്നെ അതിലായിട്ട് ചോക്ലേറ്റ് ലിക്വേഴ്സ് എങ്ങനെയാണ്, ചോക്കോ ബട്ടേഴ്സ് എങ്ങനെയാണ്, ചോക്കോ ബ്ലൂം എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലൂം എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ ചോക്ലേറ്റിൽ പറയും. പിന്നെ ഷുഗേഴ്സ് ആണ്. ഷുഗേഴ്സിലും എല്ലാത്തിലും കണ്ടില്ല, കോമ്പോസിഷൻ ന്യൂട്രീഷൻ വാല്യൂ എല്ലാത്തിലും ഉണ്ട്. ഇതുവരെ പറഞ്ഞതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ടോപ്പിക്സിൽ കോമ്പോസിഷനും ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട്. പിന്നെ ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് വേണം. ഷുഗേഴ്സിന്റെ പ്രോപ്പർട്ടീസ്, അതെങ്ങനെ റിഫൈൻ ചെയ്തെടുക്കും ഷുക്രോസ് എന്ന്, പിന്നെ ക്രിസ്റ്റലൈൻസ് ഉണ്ടാവും, നോൺ ക്രിസ്റ്റലൈൻ കാൻഡീസ് ഉണ്ടാവും, അതിനെ പറ്റിയിട്ട് നമ്മൾ ഷുഗേഴ്സിൽ വരുന്നുണ്ട്. പിന്നെ ഷുഗർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടും. പിന്നെ ഫാറ്റ് ആൻഡ് ഓയിൽസ് ഉണ്ടാവും, കോമ്പോസിഷനും ന്യൂട്രീഷൻ വാല്യൂ ഉണ്ടാവും. പിന്നെ കുറെ ടൈപ്പ് സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടാവും. അത് തന്നെ കുറെ ഉണ്ടാവും. ഓലിക് ആസിഡ് അതായത് ഏതിൽ വരും, സാച്ചുറേറ്റഡ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരികയെന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് ഫാറ്റിൽ വരുന്നതാണ് സൺഫ്ലവർ ഓയിൽ ഏതാ, അപ്പൊ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സാച്ചുറേറ്റഡ് ഏത് ഫാറ്റ് ആണ്, അൺസാച്ചുറേറ്റഡ് ഏതാണ് അൺസാച്ചുറേറ്റഡ് ആണോ സാച്ചുറേറ്റഡ് ആണോ നല്ല ഫാറ്റ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും കേട്ടോ. പിന്നെ റാൻസിഡിറ്റി തന്നെ കുറെ ടൈപ്പ് ഉണ്ട്, ഓക്സിഡൈസ്ഡ്, ഹൈഡ്രേറ്റഡ് ഒക്കെ കുറെ റാൻസിഡിറ്റി ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റൂ റാൻസിഡിറ്റി. പിന്നെ ഈ ഫാറ്റ് നമ്മൾ എങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ചേഞ്ചസ് വരുന്നത്, നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ കെയർ ഓഫ് ഫാറ്റ് എങ്ങനെയൊക്കെ കെയർ ചെയ്യാം, ഫ്രൈയിങ്, എമൽഷൻ, നമ്മളിപ്പോൾ യൂസ് ചെയ്ത ഓയിൽസ് തന്നെ യൂസ് ചെയ്യുന്നത്, അതൊക്കെ കേടാണോ നല്ലതാണോ, അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെയൊക്കെ വരിക. ഓക്കെ. പിന്നെ ബേക്കറീസിൽ പണ്ട് മുതൽ ഓരോ ഹിസ്റ്ററി പറയുന്നുണ്ട്, ഇന്ത്യയിലുള്ള ബേക്കിംഗ് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട്, അതിന്റെ സ്കോപ്സ്, പിന്നെ ട്രെൻഡ്സ് ഇപ്പൊ ഫോളോ അപ്പ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷനിൽ അതാണ് പറയുന്നത്. പിന്നെ ബ്രെഡ് ടെക്നോളജി, എങ്ങനെയാണ് ബ്രെഡ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്, അതായത് സോൾട്ട്, ഷുഗർ, വാട്ടർ, ഈസ്റ്റ് എല്ലാം അങ്ങനെ ഓരോന്ന് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്പ്, മിക്സിംഗ് ഉണ്ടാവും, ഡോ ബാക്ക് ഉണ്ടാവും, പ്രൂഫിങ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പറയും. പിന്നെ എങ്ങനെയൊക്കെയാണ് സ്റ്റെയിലിംഗ് ഓഫ് ബ്രെഡ്, എങ്ങനെ കേടാവുന്നത്, എന്തൊക്കെ അസുഖങ്ങൾ വരും ബ്രെഡ് ഇതാക്കിയാൽ, അതൊക്കെയാണ് ബ്രെഡിൽ വരുന്ന ടോപ്പിക്സ്. അടുത്തത് കേക്കാണ്.
ഓരോ ടൈപ്പ് ഓഫ് കേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ബാറ്റേഴ്സ് എങ്ങനെ, ഓരോ ടൈപ്പ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്, 2-1 ഉണ്ടാവും, റേഷ്യോയുടെ ബേസിസ് ആണ്, 1-1 മെത്തേഡ് ഉണ്ട്, അങ്ങനെ ഓരോ മെത്തേഡ്സ് ഉണ്ട്, അതിനെ പറ്റിയിട്ട് പറയും. പിന്നെ ഇതിന്റെ ഓരോന്നിന്റെയും സ്റ്റെപ്സ്, എങ്ങനെ മേക്ക് ചെയ്യാം, കേക്ക് എങ്ങനെ മേക്ക് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ബാലൻസിങ് ഫോർമുല എന്താണ്, അങ്ങനെ. ഇപ്പൊ എക്സാമിന് എങ്ങനെ ചോദിക്കുക വെച്ചാൽ ഈ 1-1 മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുക, അതിന്റെ സ്റ്റെപ്സ് ഇങ്ങനെ തരും, എന്നിട്ട് നിങ്ങളോട് അറേഞ്ച് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ ലേബലിംഗ്, പാക്കേജിങ്, എന്തൊക്കെ ഡെക്കറേഷൻസിന്റെ കോസ്റ്റ്, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കേക്ക് ഡെക്കറേഷൻസ്, ഇതൊക്കെയാണ് കേക്കിൽ വരുന്നത്. ഇനി അടുത്തത് ബിസ്ക്കറ്റ്സ് ആണ്. ബിസ്ക്കറ്റിൽ വരുന്നത് വെച്ചാൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് കുക്കീസ്, പിന്നെ ഇതിന്റെ ടൈപ്സ്, ഇൻഗ്രീഡിയൻസ്, വാല്യുവേഷന്, ഇതൊക്കെ തന്നെ. കുറച്ച് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഡോ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അതൊക്കെയാണ് ബിസ്ക്കറ്റിൽ വരിക. പിന്നെ പേസ്ട്രീസ് ആണ്. പേസ്ട്രിയിൽ ഏതൊക്കെ ടൈപ്പ് പേസ്ട്രീസ് നമ്മൾ ഓരോന്നുണ്ടാവും. ഷോർട്ട് ക്രസ്റ്റ് ഉണ്ടാവും, പഫി ഫ്ലേക്കി ഉണ്ടാവും, ചോക്സ് പേസ്ട്രി ഉണ്ടാവും, അങ്ങനെ ഓരോന്ന്. ഇതിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് പോയിന്റ് ആയിരിക്കും ഉണ്ടാവും. എല്ലാത്തിനും പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. എന്തെങ്കിലും ഒരു രണ്ട് സ്റ്റെപ്പിന്റെ ഒക്കെ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ അധികം. ഓക്കെ. പിന്നെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതിന്റെ ഫോൾട്ട് ആൻഡ് റെമഡീസ്. ഫോൾട്ട് ആൻഡ് റെമഡീസ് ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ എക്സാമിൽ, നമ്മളിപ്പോ 5th സെമ്മിലും 6th സെമ്മിലൊക്കെ ഏതോ പേപ്പർ എന്ന് എനിക്കല്ല, 5th-ലോ 6th-ലോ ഒക്കെയാണ് നിങ്ങൾക്ക് കേക്കിനെയും പറ്റിയിട്ട് പഠിക്കാനൊക്കെ. അപ്പൊ ഇതിൽ ഫോൾസ് റെമഡീസ് ഒക്കെ എന്താണെന്നൊക്കെ ഓരോന്ന് ഈച്ച് കോളം ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം. അതൊക്കെ അപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകും കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ഇതൊരു ബേർഡൻ ആവാൻ പാടില്ല, ബിക്കോസ് നിങ്ങൾക്ക് മാർച്ചിൽ തന്നെയാണ് എക്സാം വരുന്നത്. നിങ്ങൾക്ക് പിന്നെ പഠിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. പഠിച്ചു പോകുന്നതിന്റെ കൂടെ അതൊന്നും കൂടി തരവായിട്ട് ലേൺ ചെയ്യുക. പിന്നെ ഒരു പഠിക്കാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് പിന്നെ ടൈമും കിട്ടൂല. അപ്പൊ നിങ്ങളിപ്പോ നിങ്ങളുടെ കോളേജിലേക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ, എൻലേണിന്റെ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ആപ്സ്. അപ്പൊ നിങ്ങൾ എന്താ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിന്റെ ക്വസ്റ്റ്യൻസും കൂടി അപ്പൊ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും പഠിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം പ്രയാസമായിരിക്കും. ബിക്കോസ് നിങ്ങളുടെ എക്സാമിന്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം കുറെ കുട്ടികൾ ഫേസ് ചെയ്ത പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങളുടെ ലാബ് എക്സാമിന്റെ കൂടെ ഒക്കെ ആയിരിക്കും ഈ CUT-യുടെ എക്സാം വരിക മാർച്ചിൽ. അപ്പൊ നിങ്ങൾക്ക് അതും ഇതും എല്ലാം കൂടി നോക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പൊ പഠിച്ചു പോകുന്നതിന് കൂടെ ഇതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അത് തന്നെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതായത് കോളേജിൽ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ഇതൊന്നും കൂടി ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസും കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഓക്കെ. ഇനി ഫ്രൂട്ട് ആൻഡ് വെജിലാണ്. ഫ്രൂട്ട് ആൻഡ് വെജിൽ ഓരോന്നിന്റെ ക്ലാസിഫിക്കേഷൻ ഏതാണ്, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഓരോന്ന് എങ്ങനെ ക്ലാസിഫിക്കേഷൻ, അതായത് ഓരോന്നുണ്ടാവും, സോർട്ടിങ്ങും ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ. പിന്നെ ഓരോന്നിലും ഓരോ പിഗ്മെന്റ്സ് ഉണ്ടാവും. പിഗ്മെന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ചിലത് ലോസ് ആവും പിഗ്മെന്റ്സ് ഒക്കെ. ചിലതൊക്കെ നമ്മൾ ഓരോ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ലോസ് ആയി പോകുന്നതൊക്കെ ഉണ്ടാവും. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഓഫ് പിഗ്മെന്റ്സ് ഉണ്ട്, ഞാൻ പറയില്ല, ആന്തോസയാനിൻ ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്, പിന്നെ ക്ലോറോഫിൽ തന്നെ ABC, അങ്ങനെ ഓരോന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ നോക്കുക. പിന്നെ ജാം ജെല്ലീസ് ഒക്കെ. അപ്പൊ ഇതിന്റെ ഒക്കെ നിങ്ങൾ കോളേജിൽ തന്നെ പഠിക്കുന്നുണ്ടാവും. ഇതിന്റെ ഓരോന്നിന്റെ TSS-ഉം വാല്യൂസ് ഒക്കെ, ജാമിന്റെ ജെല്ലിന്റെ ഒക്കെ 65, 68 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചിന്റെ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യാം. പിന്നെ ഗ്ലേസ്ഡ് കാൻഡീസ്, ചട്നീസ് ഉണ്ട്, സോസസ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട് ആൻഡ് ബിവറേജസ്, പിന്നെ പ്രിസർവ്സ്, കാൻഡീഡ്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസേ ഉള്ളൂ. അതൊക്കെ അങ്ങോട്ട് നോക്കിയാൽ മതി. ഓക്കെ. ഇതിന്റെ TSS-ഉം വാല്യൂ ഓരോന്നിന്റെ ഉണ്ടാവും. TSS ഉണ്ടാവും, ഫ്രൂട്ട് കണ്ടന്റ് എത്രയാണ് ഉണ്ടാവും, അത്ര ആ വാല്യൂസ് ഒക്കെ ആട്ടോ നിങ്ങൾ നോട്ട് ചെയ്ത്. ഇതിൽ മെയിൻ ആയിട്ട് TSS വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് അധികവും വരാറുള്ളത്. പിന്നെ അവർക്ക് ഇടക്ക് ചോദിക്കും എത്ര പെർസെന്റേജ് ആസിഡ് വാല്യൂസ് ഉണ്ട് എന്നൊക്കെ. അപ്പം 2%, 1%, 1.5, അങ്ങനെ ഓരോന്നുണ്ടാവും. ഇടക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരും. നമ്മൾ നോട്ട് ചെയ്യൂലെന്ന് കാണുന്ന സാധനങ്ങൾ. പിക്കിൾസിൽ എത്ര ഉണ്ട്, എപ്പോഴും ജാമും ജെല്ലിയും മാത്രം എക്സ്പെക്ട് ചെയ്ത് പോകരുത്, ബാക്കിയുള്ളതും നമ്മൾ നോക്കണം. ഓക്കെ. അപ്പം പിക്കിൾസ്, അതിന്റെ ഡെഫിനിഷൻസ്, അതിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അത്രയൊക്കെയാണ് ഫ്രൂട്ട് ആൻഡ് വെജിൽ വരുന്നത്. പിന്നെ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് കോളേജിലും ഉണ്ട് തോന്നുന്നു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൻ്റെത്. അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിൽ സ്റ്റെപ്പ് ഒക്കെ ചോദിക്കുക. ആദ്യം ഐഡിയ ബ്രെയിൻ സ്റ്റോമിങ്, ഐഡിയ എങ്ങനെ ഉണ്ടാക്കുന്നത്, ഫെയിലിയേഴ്സ്, ചാലഞ്ചസ് എങ്ങനെയൊക്കെയാ വരിക, സ്റ്റെപ്പായിട്ട് ഒരു 4-5 സ്റ്റെപ്പ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാനൊക്കെയാണ് ചോദിക്കുക എക്സാമിന്. ഓക്കെ. ഇനി അടുത്ത ഫുഡ് സേഫ്റ്റി ആൻഡ് ഹൈജീൻ ആണ് വരുന്നത് അടുത്ത ടോപ്പിക്. ഇപ്പൊ ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ ആണ്. ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ. ഇപ്പൊ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ട് നമ്മുടെ ഹാൻഡ്സ്, നമ്മുടെ ഹെയർ, അങ്ങനത്തെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഹൈജീൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഫുഡ് ഹൈജീൻ, ഫുഡ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം. അപ്പൊ നമ്മൾ പോകുമ്പോൾ നിങ്ങളൊക്കെ ഇപ്പൊ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഇപ്പം എങ്ങനെയായിരിക്കും ഒരു ഇൻഡസ്ട്രിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾക്ക് ക്ലോറിനിലൊക്കെ ഡിപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവും നമ്മൾ പോകുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ക്ലീനിങ്, ഇൻഫെക്ഷൻസ്, പെസ്റ്റ് കൺട്രോൾസ് ഒക്കെ എങ്ങനെ ചെയ്യുന്നത്. ഓക്കെ.
പിന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് റെഗുലേഷൻസ്, കുറെ ലോസ് ഉണ്ടാവും, ഫുഡ് ലോസ് ഉണ്ടാവും. FSSAIന്റെ അണ്ടറിൽ തന്നെ വരുന്ന കുറെ ലോസ് ഉണ്ട്. നമ്മളിപ്പോ പറയാം ഒരു കുടക്കീഴിൽ കുറെ ലോസ് ഉണ്ട്, നമുക്ക് 8 എത്രയോ ഒരു ലോ ഉണ്ട്. മീറ്റ് ആൻഡ് മീറ്റ് ടെക്നോളജി, അതിന്റെ ലോസ് ഉണ്ട്, മിൽക്കിൻ്റെതുണ്ട്, അങ്ങനെ അങ്ങനെ കുറെ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്റർനാഷണൽ ആയിട്ടുണ്ടാവും, IS 22,000 ഉണ്ടാവും, 90,000 ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. FSSAIന്റെ അണ്ടറിലുള്ള ഒരുപാട് ലോസ് ഉണ്ട്, അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കണം. കൊഡാക്സ് വരുന്നുണ്ട്, ഓരോ കോഡുകൾ ഉണ്ട്, അങ്ങനെ കുറെ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് സേഫ്റ്റി ആൻഡ് റെഗുലേഷൻസ് അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ അഡൾട്രേഷൻ, ഞാൻ പറഞ്ഞില്ല ഓരോന്നും നമ്മൾ മായം കലർത്തുന്നത്. അപ്പൊ ഇന്റൻഷ്യലി ചെയ്യുന്നത് ഉണ്ടാവും, അല്ലെങ്കിൽ അറിയാണ്ട് പറ്റി പോകുന്നത് ഉണ്ടാവും. അങ്ങനത്തെ ഓരോന്നാണ് അഡൾട്രേഷനിൽ വരാം. പിന്നെ ഫുഡ് സ്പോയിലേജ്, കുറെ അതായത് എങ്ങനെയൊക്കെ ഡിഫറെന്റ് ഗ്രൂപ്പ്സിൽ എങ്ങനെയൊക്കെ സ്പോയിലേജ് സംഭവിക്കുന്നത്, ടോക്സിൻസും കണ്ടാമിനേറ്റ്സ് എങ്ങനെയാണ്, ഹൈ റിസ്ക് ഫുഡും ലോ റിസ്ക് ഫുഡും അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിനെ പറ്റിയിട്ട് നമ്മൾ സ്പെഷ്യൽ റിക്വയർമെന്റ് എങ്ങനെ ഹൈ റിസ്ക് ഫുഡിന് കൊടുക്കാൻ പറ്റുക, ടെമ്പറേച്ചറും എത്ര ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി സ്റ്റോറേജ് ടെക്നോളജീസിനൊക്കെ പറ്റി പറയും. പിന്നെ ഫുഡ് അഡിറ്റീവ്സിനെ പറ്റിയിട്ടാണ്, നമ്മൾ എങ്ങനെ ഫുഡ് അഡിറ്റീവ്സ് വെച്ചിട്ട് സ്റ്റോർ ചെയ്യും. ഇപ്പൊ നമ്മൾ പിക്കിൾ ആണെങ്കിൽ നമ്മൾ കുറെ കാലം അതിൽ നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് സോൾട്ട് കണ്ടന്റും വിനിഗർ ഒക്കെ ഉള്ളതുകൊണ്ടാണ് പിക്കിൾ നമ്മൾക്ക് ഒരുപാട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വീറ്റ്നേഴ്സ്, പിന്നെ മോൾഡ് ഇൻഹിബിറ്റേഴ്സ്, ആന്റി കേക്കിംഗ് ഏജൻസ്. അപ്പൊ നമ്മളിപ്പോ കഴിക്കുന്ന ഫുഡ് നമ്മൾക്ക് ഫുള്ളി നാച്ചുറൽ ആയിട്ടുള്ളതായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഫുഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇത്രയും കാലം അത് കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യാം. പിന്നെ അടുത്തത് ഫുഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. അപ്പൊ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു FSSAIന്റെ അണ്ടറിൽ വരുന്ന ഓരോ ലോസിനെ പറ്റി. അതിൽ തന്നെ വരുന്ന കാര്യങ്ങളാട്ടെ ഈ ഫുഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഇത് രണ്ടും കൂടി ഒരു ഇതായിട്ട് എടുത്താൽ മതി നിങ്ങൾക്ക്. ഓക്കെ, ഫുഡ് ക്വാളിറ്റിയിൽ ഫുഡ് ക്വാളിറ്റി അഷുറൻസും ക്വാളിറ്റി കൺട്രോൾ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരിക. ക്വാളിറ്റി അഷുറൻസ് എന്താണ്, ക്വാളിറ്റി കൺട്രോൾ എന്താണ്, ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് വരുന്നത്. പിന്നെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, അതെന്താ, അത് മീൻ ചെയ്യുന്നത് എന്താണ്, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഇന്റർവ്യൂക്ക് ഇപ്പൊ ഫുഡ് ടെക് കഴിഞ്ഞ ആൾക്കാർ ജോബ് ഹണ്ടിങ് അതായത് പോകുമ്പോ നിങ്ങളോടിപ്പോ നിങ്ങൾ ജോബിന് പോകുന്ന ആൾക്കാരാണെങ്കിലും കൂടി നിങ്ങളോട് ഫസ്റ്റ് ചോദിക്കുന്നത് ഇതൊക്കെ ആയിരിക്കും. എന്താണ് ഹാസിപ്പ് എന്ന് ചോദിക്കും, ഹാസിപ്പിന്റെ പ്രിൻസിപ്പിൾ എന്താ ചോദിക്കും. അതൊക്കെ പണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് അവിടെ ഈ ക്രിട്ടിക്കൽ പോയിന്റ് വെച്ചതിന് കാരണം എന്തായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുക. അപ്പൊ അതൊക്കെയാണ് ഫുഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്നത്. പിന്നെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് എന്താണ്, അതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ വളരെ സൂക്ഷ്മതയോടെ ചെയ്യുന്ന പ്രോസസ്സുകളാണ് ഫുഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. സ്റ്റാർട്ടിങ് തൊട്ട്, അതായത് നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ തുടങ്ങുന്ന മുതൽ എൻഡ് വരെ, അതായത് ഫാം ടു ഫോർക്ക് വരെ നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക ഫുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസിൽ വരുന്നത്. ഇനി ഫുഡ് പ്രിസർവേഷനിൽ നോക്കാം. എന്തൊക്കെയാണ് പ്രിസർവേഷൻ, ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് പ്രിസർവേഷന്, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറയും. പിന്നെ അടുത്തത് ഓരോ മെത്തേഡ്സ് ഉണ്ടാവും നിങ്ങൾക്ക്, ഡീഹൈഡ്രേഷൻ, കോൺസെൻട്രേഷൻ, റെഫ്രിജറേഷൻ, ഫ്രീസിങ്, അങ്ങനെ ഓരോ മെത്തേഡ്സ് നമ്മൾ പറയും. ഇപ്പൊ സൺ ഡ്രൈയിങ് കൊടുക്കുന്നു, ചിലതിൽ നമ്മൾ ഡീഹൈഡ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ ആക്ടിവിറ്റി കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഫുഡിന് ലോങ് ഷെൽഫ് ലൈഫ് കൊടുക്കാൻ പറ്റും. പിന്നെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ റെഫ്രിജറേഷനിൽ തന്നെ കുറെ ഉണ്ട്. റെഫ്രിജറേഷനിൽ ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, ഓരോ ടൈപ്സ് ഉണ്ട് പ്രിസർവേഷന്. പിന്നെ ഏതൊക്കെ ടെമ്പറേച്ചറിൽ കൊടുക്കും, ക്രയോജനിക് ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ ഫ്രൂട്ടും വെജിറ്റബിൾസും നമ്മൾ ഇത്ര ടെമ്പറേച്ചർ കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളാണ് ഫ്രീസിങ് ആൻഡ് റെഫ്രിജറേഷനിൽ വരുന്നത്. പിന്നെ കാനിങ് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഡിഫറെന്റ് അല്ല, സെയിം സ്റ്റെപ്സ് ആണ്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്നില് ഷുഗർ ആണെങ്കിൽ ഒന്നില് നമ്മൾ ബ്രൈനിങ് ആണ് ചെയ്യുക. അങ്ങനത്തെ ഒരു സിംഗിൾ ഡിഫറൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക കാനിങ്ങിൽ. അപ്പം പിന്നെ അതിൽ ഓരോ സ്റ്റെപ്പ് എന്താണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്, ഓരോ സ്റ്റെപ്സ് നിങ്ങളോടിപ്പോ ഇങ്ങനെ ഇപ്പൊ എക്സാമിന് വരിക എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പ് ഉണ്ടാവും. ഈ കാനിങ്ങിന് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. ഈ സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ഡ് ആയിട്ടാണ് തരിക. അപ്പൊ ABCD എന്നുള്ള ഓർഡറിൽ നിങ്ങൾ ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവും, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ ഈ കാനിങ്ങിൽ തന്നെ ഓരോ സ്പോയിലേജസ് വരും. ഈ കാനിൽ ലീക്ക് വരും, ഫ്ലാറ്റ് ആകുമ്പോൾ ലീക്ക് വരും, ബൾജ് ചെയ്യും, അങ്ങനെ കുറെ സ്പോയിലേജസ് ഉണ്ടാവും. അതാണ് കാനിങ്ങിൽ വരുന്നത്. ഓക്കെ, പിന്നെ എറാഡിക്കേഷൻ ഉണ്ട്. എറാഡിക്കേഷനിൽ എന്താണ് കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് നമ്മൾ പറയും. അതെന്തുകൊണ്ടാണ് അതിനെ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുക. എന്താണ് കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കാൻ കാരണം. പിന്നെ അതർ മെത്തേഡ്സ് അസെപ്സിസ് ഉണ്ട്, പിന്നെ റിമൂവൽ ഓഫ് എയർ ഉണ്ട്, ഗ്യാസ് പ്രിവെൻഷന്, ബ്ലാഞ്ചിങ്, ഇതൊക്കെയാണ് അടുത്ത മെത്തേഡ്സ് കൊടുക്കാൻ പറ്റുന്നത്.
പിന്നെ ന്യൂവേഴ്സ് മെത്തേഡ് അൾട്രാസോണിക്. ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ റീസെന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മെത്തേഡ്സ് ആണ്. അൾട്രാസോണിക് ഉണ്ട്, PEF ഉണ്ട്, ഓമിക് ഹീറ്റിംഗ്, ഹേർഡിൽ ടെക്നോളജി. ഹേർഡിൽ ടെക്നോളജി ഒക്കെ നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കണ്ടാവും ഫിഫ്തിലൊക്കെ. എന്താണ് ഒരു ബാരിയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഹേർഡിൽ ടെക്നോളജി എന്നൊക്കെ പറയാം. ഓമിക് ഹീറ്റിംഗ് കൊടുക്കുക, നമ്മൾ ഇത്ര എമൗണ്ട് ഓഫ് വോൾട്ട് ഉള്ള പവർ കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഹോമിക് ഹീറ്റിംഗ്. അങ്ങനെ ഓരോ ന്യൂവേഴ്സ് മെത്തേഡ്സ് നമ്മൾ പറയും. പിന്നെ ഫുഡ് പാക്കേജിംഗ് ആണ് വരുന്നത്. ഫുഡ് പാക്കേജിങ്ങിൽ ഏതൊക്കെ പാക്കേജിങ്ങിന്, ഏതൊക്കെ ഫുഡിന് ഏതൊക്കെ ടൈപ്പ് ഓഫ് പാക്കേജിങ് കൊടുക്കുക, ടൈപ്സ് ഓഫ് പാക്കേജിങ്, റീസെന്റ് ആയിട്ട് വന്ന ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ആക്റ്റീവ് ആയിട്ടുള്ള പാക്കേജിങ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് പുതിയ കമ്പനീസ് ഒക്കെ ഉണ്ടാവും. അതായത് നമുക്കിപ്പം ഹീറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് വെള്ളത്തിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ റെഡി ടു സെർവ് എന്നുള്ള ടേസ്റ്റി നിബിൾസിന്റെ ഫുഡൊക്കെ അല്ലേ. അപ്പൊ അതൊക്കെ എന്താണ് ആക്റ്റീവ് പാക്കേജിങ്ങിൽ പെടുന്നതാണ്, പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാക്കേജിങ്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് കുറച്ച് കാലം നമുക്ക് അതിന്റെ ഷെൽഫ് ലൈഫ് ഒക്കെ കിട്ടുള്ളൂ. ഇപ്പൊ പാക്കേജിങ് തന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയതുകൊണ്ട് എന്താ നമുക്ക് കുറച്ചുകൂടി ഇതാണ്. ഇപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയാൽ കിട്ടും കുറെ പ്രൊഡക്ട്സ് കാര്യങ്ങൾ, അതൊക്കെ വെള്ളത്തിൽ വെച്ച് ജസ്റ്റ് ഹീറ്റ് ആക്കിയാൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലേബൽസ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്, ഒരു പാക്കേജിങ്ങിൽ ലേബൽസ് ഏതൊക്കെ ലേബൽസ് കൊടുക്കണം, എന്താ പറയുക, FSSAIന്റെ മാർക്ക് ഉണ്ടാവും, പിന്നെ അതിൻ്റെ അകത്തുള്ള ന്യൂട്രീഷൻ കണ്ടന്റ് ഉണ്ടാവും, എന്ന് മാനുഫാക്ചർ ചെയ്തു, എന്നാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ്, അങ്ങനത്തെ ന്യൂട്രീഷണൽ ലേബലിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ, അതായത് 4Ps, നമ്മുടെ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, അതാണ് 4Ps വരുന്നത്. പിന്നെ ഓരോ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് എന്താണ്, ഓരോ നമുക്കിപ്പോ പുതിയതായിട്ട് ഒരു ബിസിനസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓരോരുത്തർക്കും പുതിയ ട്രെൻഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിംഗിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ പാസ് ചെയ്യാം, എങ്ങനെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാം, ഫുഡിന്റെ കോസ്റ്റ് എങ്ങനെയാണ്, ലേബർ കോസ്റ്റ്, അതർ കോസ്റ്റ്, അങ്ങനെ ഓരോന്ന് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോളിൽ, അതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫുഡ് ക്വാളിറ്റി, ഇതോടെ ഐ തിങ്ക് കഴിഞ്ഞു. ഫുഡ് ക്വാളിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സെൻസറീസ് ഉണ്ടാവും, മെത്തേഡ്സ് ഉണ്ടാവും. നമ്മൾ ആദ്യം നമ്മുടെ ഫൈവ് സെൻസസ് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇപ്പം ഒരു എന്തും ഒരു ഫുഡ് ഐറ്റം ആവട്ടെ, അതിന്റെ അപ്പിയറൻസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടേസ്റ്റും സ്മെല്ലും മാത്രമല്ല, പക്ഷെ നമ്മൾ ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ പുതിയതായിട്ട് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഒരു ഫുഡ് ഐറ്റം, അപ്പൊ അതിന്റെ അപ്പിയറൻസിന് അതിൻ്റെതായ ഇമ്പോർട്ടന്റ് ഉണ്ട്. അതായത് സ്മെല്ല് നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അതിന്റെ അപ്പിയറൻസ് കൊള്ളത്തില്ല, നമ്മൾ വാങ്ങത്തില്ലല്ലോ. അപ്പൊ അപ്പിയറൻസിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഫ്ലേവർ തരുന്നത്, പിന്നെ അതിന്റെ സെൻസറി ടെക്നിക്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ അനാലിസിസ് ആണ്. ഓരോ മെത്തേഡ്സ്, മോയ്സ്ചർ, വാട്ടർ ആക്ടിവിറ്റി, ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കും. സിമ്പിൾ മെത്തേഡ്സ് ഉണ്ട്, സിമ്പിൾ മെത്തേഡ്സ് ഓഫ് കെമിക്കൽ അനാലിസിസ്. പിന്നെ നിങ്ങളുടെ എല്ലാ ഇതും ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെഡോണിക് സ്കെയിൽ, ട്രയാങ്കുലർ ടെസ്റ്റിംഗ്, ഡിയോട്രിയോ ടെസ്റ്റ്, അങ്ങനത്തെ ഓരോ ടെസ്റ്റിംഗ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യില്ലേ, അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും. പിന്നെ മൈക്രോബിയൽ അനാലിസിസ് എങ്ങനെയാണ്, അതിന്റെ ടെസ്റ്റിംഗ്, സാമ്പിളിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഓക്കെ, അതാണ് ഫുഡ് ക്വാളിറ്റി ടെസ്റ്റിംഗിൽ വരുന്നത്. അപ്പൊ ഇതോടെ നമ്മുടെ സിലബസ് കഴിഞ്ഞു, ഇത്രയും. അപ്പൊ 9 ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ 9 ചാപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്നിലും അണ്ടറിൽ എത്ര വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ സ്ലൈഡ്സ് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഓരോന്നിലും അണ്ടറിൽ എത്ര ഡെപ്തിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട. അപ്പൊ നിങ്ങളിപ്പം ഡിഗ്രിക്ക് പഠിക്കുന്നത് 3 വർഷം 6 സെം, ആ 6 സെമ്മിലുള്ള ഓരോന്നും ഇത് നിങ്ങൾ ഈ 9 ചാപ്റ്റേഴ്സിൽ നമ്മൾ ത്രൂ ചെയ്യുന്നുണ്ട്. അതും ഓരോ പേപ്പറായിട്ട്, അതായത് നിങ്ങൾ ചിലപ്പോൾ ഫ്രൂട്ട് ടൈം വെച്ച് ഒരൊറ്റ പേപ്പറായിട്ട് പഠിച്ചായിരിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ മൊത്തം ഒരു സിംഗിൾ ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എത്രത്തോളം ഉണ്ടാവുമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ അത് കഴിയൂല. അപ്പൊ നിങ്ങളുടേതായ ഒരു പ്ലാനിങ് ഇപ്പോഴേ പ്ലാനിങ് തുടങ്ങിക്കോ. ബിക്കോസ് നിങ്ങളുടെ മാർച്ചിലാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. അപ്പൊ നിങ്ങളിപ്പം നിങ്ങൾക്ക് ഐ ഗസ് നിങ്ങൾക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊ പിന്നെ അതേപോലെ നിങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നമ്മളെ പേപ്പേഴ്സ് ഉണ്ട്, നമ്മളെ ഓരോന്നിന്റെയും ഓരോ ചാപ്റ്റേഴ്സിന്റെയും നോട്ട്സ് ഉണ്ട്. അതും ജസ്റ്റ് വായിച്ച് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്താൽ ഓക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കരുത്. പിന്നെ ലാസ്റ്റിലേക്ക് എന്നുള്ള ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ഉണ്ടാവും കുറെ ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് നമുക്ക് ചെയ്ത് നോക്കാന്നേ ഉള്ളൂ ലാസ്റ്റത്തെ ടൈമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും. അല്ലാണ്ട് ഫസ്റ്റ് മുതൽ പഠിച്ചെടുക്കാന്നുള്ള ഒരു ടൈം നമുക്കില്ല. ഇനി ഓരോന്നിന്റെയും വെയിറ്റേജ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. PYQ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഓരോ തരത്തിലാണ് വെയിറ്റേജ് വരുന്നത്. അപ്പം
ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാ. നമ്മൾ കോളേജിൽ ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് സയൻസ് എന്താന്ന് പറഞ്ഞു തരുന്നത്. അതിന്റെ അകത്ത് എത്ര ക്വസ്റ്റ്യൻസ് വരും എന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ ഈച്ച് ക്വസ്റ്റ്യൻസിൽ എന്ന് പറഞ്ഞാൽ 4 മാർക്സ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് തെറ്റിപ്പോയാൽ 1 മാർക്ക് പോകും. അങ്ങനെ കുറെ എണ്ണം തെറ്റിയാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ എന്ന് പറഞ്ഞാൽ അഡീഷണലി നിങ്ങൾക്ക് ഒരു കിട്ടിയ ഒരു 2 ഇയേഴ്സ് ആയി. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഞങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പേപ്പർ എയും പേപ്പർ ബിയും ഉണ്ടായിരുന്നു. ഐ ഗസ് ഫസ്റ്റ് പേപ്പർ 1 ജനറൽ, പേപ്പർ 2 നിങ്ങളുടെ സബ്ജക്ട് പേപ്പറും ആണ് ഉള്ളത്. അപ്പൊ പേപ്പർ എയും ഞങ്ങൾ പഠിക്കണമായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് വെച്ചാല് നിങ്ങൾക്ക് പേപ്പർ ബി മാത്രം നിങ്ങളുടെ സബ്ജക്ട് വൈസ് ഉള്ള പേപ്പർ മാത്രം നോക്കിയാൽ മതി. പേപ്പർ എ നോക്കേണ്ട ആവശ്യമില്ല. കറന്റ്ലി അങ്ങനെ കേട്ടോ. അപ്പൊ പേപ്പർ എയിലുള്ളത് ജനറൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കണം. നിങ്ങൾക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് നോക്കണമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാല് പേപ്പർ ബി, അതായത് നിങ്ങളുടെ സബ്ജക്ട് പേപ്പർ മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഓരോന്നിലുള്ളത് വെച്ചാല് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇൻട്രൊഡക്ഷനിൽ 2 മാർക്കിന് ചോദ്യം വരും. മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ്, അതായത് നിങ്ങളുടെ വൈറ്റമിൻസ്, മിനറൽസ്, മൈക്രോയും, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, മാക്രോ ന്യൂട്രിയൻസ്, അതിനകത്ത് 11 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ബ്രൗണിങ്ങിന്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് വരും. പിന്നെ തിയറിന്റെ അകത്തുനിന്ന് എല്ലാ തിയറിയും കൂടി 84 എണ്ണാണ് നമ്പർ ഓഫ് PYQ വരാറ്. ഓക്കെ. ടോട്ടലി ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. അത് നിങ്ങൾ നോക്കണ്ട, ഓരോ വർഷവും ഓരോ പോലെയാണ്. അപ്പം സീരിയൽസിന്റെ അകത്ത് ഏകദേശം 13 ക്വസ്റ്റ്യൻസ് വരും. പൾസസിന്റെ അകത്ത് 3 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഫുഡ് ഗ്രെയിൻ ടെക്നോളജിന്ന് 17 ക്വസ്റ്റ്യൻസ് വരും. മിൽക്കിന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ്. എഗിന്റെ അകത്ത് 9 ക്വസ്റ്റ്യൻസ് വരും. മീറ്റിന്റെ അകത്ത് 14 ക്വസ്റ്റ്യൻസ് ആണ്. ചോക്ലേറ്റിന്റെ അകത്ത് 3 ക്വസ്റ്റ്യൻസ്, ഷുഗറിന്റെ അകത്ത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫാറ്റ് ആൻഡ് ഓയിൽസിൽ 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി ബേക്കറിയിൽ അറൌണ്ട് 16 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 16 ക്വസ്റ്റ്യൻസിൽ ഇൻട്രൊഡക്ഷനിൽ ഒന്നുമില്ല. ബ്രെഡിന്റെ അകത്ത് നിന്ന് 8ഓളം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. കേക്കിന്ന് 5 ക്വസ്റ്റ്യൻസ്, ബിസ്ക്കറ്റിന്റെ അകത്ത് 2, പേസ്ട്രിയുടെ അകത്ത് 1. ഇനി ഫുഡ് സേഫ്റ്റി, ഹൈജീൻ ആൻഡ് ക്വാളിറ്റിയിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് PYQ വരാറ്. അഡൾട്രേഷനിൽ 2 ഉണ്ടാവും. ഫുഡ് ഹൈജീൻ ആൻഡ് സാനിറ്റേഷനിൽ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക് നോക്കരുത് എന്നല്ല കേട്ടോ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇതൊക്കെ പ്രീവിയസ് ഇയർ വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ടേബിൾ ആണ്. അപ്പം ഇത് അവിടേക്കും മാറാം, ഇങ്ങോട്ടും മാറാം. ചിലപ്പോ അഡൾട്രേഷൻ ഒരു ക്വസ്റ്റ്യനും വന്നില്ല എന്ന് വരാം, ഒക്കെ വരാം. ഓക്കെ. പിന്നെ അടുത്തത് ഫുഡ് സേഫ്റ്റി ആണ്. ഫുഡ് സേഫ്റ്റിന്റെ അകത്ത് നിന്ന് 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫുഡ് അഡിറ്റീവ്സിന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫുഡ് സ്പോയിലേജിന് 5 ഉണ്ട്. ഫുഡ് ക്വാളിറ്റി മാനേജ്മെന്റിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ഫുഡ് പ്രിസർവേഷനിൽ 40 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം കൂടെ വന്നത്. ഇൻട്രൊഡക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡീഹൈഡ്രേഷനിൽ ആൻഡ് കോൺസെൻട്രേഷനിൽ 9 ക്വസ്റ്റ്യൻസ് അറൌണ്ട് വന്നിട്ടുണ്ട്. ഇതുവരെ വന്ന കണക്കാട്ടോ പറയുന്നത്. പിന്നെ റെഫ്രിജറേഷനും ഫ്രീസിംഗിലും 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാനിങ്ങിൽ 6 ഉണ്ട്. അസെപ്റ്റിക് പ്രോസസ്സിൽ 6 ഉണ്ട്. റേഡിയേഷന് 5 ഉണ്ട്. അതർ മെത്തേഡ്സിൽ 4, ഫെർമെന്റേഷനിൽ 9 ക്വസ്റ്റ്യൻസ്, ന്യൂവേഴ്സ് മെത്തേഡിൽ 2 ക്വസ്റ്റ്യൻസ്. മാർക്കറ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ പാക്കേജിംഗിൽ 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ പാക്കേജിംഗ് ഇപ്പം ലാസ്റ്റ് ഇയർ അതിന് മുന്നത്തെ കൊല്ലം 6 ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇത് മാറി വരും കേട്ടോ. ഏകദേശം ഉള്ള ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് കേട്ടോ ഇതിൽ കൊടുത്തത്. ഇത്ര തന്നെ വരണമെന്നില്ല, ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യം 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാക്കേജിംഗ് നിന്നാണ് അധിക ക്വസ്റ്റ്യനും, കുറെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് പാക്കേജിംഗ് നിന്ന്. ഓക്കെ. പിന്നെ ഫ്രൂട്ട് ആൻഡ് വെജ് എന്നാണെങ്കിൽ 18 ക്വസ്റ്റ്യൻസ്. ഓരോന്നിനും ഇൻട്രൊഡക്ഷനിൽ ഒരു 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ പിഗ്മെന്റ് ആൻഡ് പ്രോസസ്സിംഗിൽ 5 ഉണ്ട്. പോസ്റ്റ് ഹാർവെസ്റ്റ് ചേഞ്ചസിൽ 1 ഉണ്ട്. ജാം ജെല്ലി മാർമലേഡിൽ 6 ഉണ്ട്. ചട്നി സോസിന് 1 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫുഡ് ബിവറേജിൽ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ കാൻഡിഡ് പ്രിസർവ്സ്, ക്രിസ്റ്റലൈസ്ഡ് ഗ്ലേസ് പ്രോഡക്ട്സിന് 0 ആണ്. പിക്കിൾസ് 1, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൽ 0 ക്വസ്റ്റ്യൻ. ഫുഡ് ക്വാളിറ്റി ടെസ്റ്റിന്ന് 12 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വന്നത്. സെൻസറിന്ന് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അനാലിസിസ് 7 ക്വസ്റ്റ്യൻസ്. മൈക്രോബിയൽ അനാലിസിസ് 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് വരുന്നത് കേട്ടോ. ഓരോ ടോപ്പിക്സിനും PYQന്റെ വെയിറ്റേജ് വരുന്നത് ഇതാണ്. അപ്പം നിങ്ങളിപ്പോ നോക്കുമ്പോൾ സീരിയൽസിന് 13 ക്വസ്റ്റ്യന്, വീറ്റ് ടെക്നോളജിയിൽ 17 ക്വസ്റ്റ്യൻസോളം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെയാണ്, തിയറിയിലാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ, അതായത് ഈ ഒരു എത്ര വെയിറ്റേജ് വരുന്നത്, ഏകദേശം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും. പക്ഷെ ഇത് മാറും കേട്ടോ. ഇടയ്ക്ക് ഇതിങ്ങനെ ആയിരിക്കില്ല. ഓരോ പ്രാവശ്യം NTA ഇതിൻ്റെതായ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. കറന്റ്ലി ഇങ്ങനെയൊക്കെയാണ് ഇതുവരെ വന്നതും കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ കുറച്ച് സാമ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്.
എന്തായിരുന്നു? ഉമ്മാരായിരുന്നു വായിക്കട കിട്ടുന്നതിന് മുന്നേ കാലി കുളിച്ചിട്ട് പഠിക്കാൻ കിട്ടുന്നോളെ നല്ല കിട്ടും മരം ഉറപ്പാ. രാവിലെ ഇനി കുത്തിനിക്കില്ല, ഇപ്പൊ കളിച്ചാല്. ഓക്കെ, ആരാണെന്ന് വെച്ചാൽ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്താളെ. ഇനി അടുത്തത് ഹാസിപ്പിനെ പറ്റിയിട്ടാണ്. ഹാസിപ്പിനെ പറ്റിയിട്ടല്ല, കുറച്ച് മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഹാസിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിങ്ങളിപ്പോ കോളേജിൽ എല്ലാവരും ഏകദേശം എല്ലാവരും ഇപ്പം കോളേജിൽ അതായത് നിങ്ങൾ എടുപ്പിക്കുന്നുണ്ടാവും. കോളേജിൽ നിന്ന് തന്നെ ഈ ഹാസിപ്പിന്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എടുപ്പിക്കണം. അപ്പൊ ഹാസിപ്പിന്റെ ഫുൾ ഫോം എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ ഹാസിപ്പ് എന്ന് പറയുമ്പോൾ ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, അതായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും എക്സെപ്റ്റ് ചെയ്ത് പോകണ്ട കേട്ടോ. ഇങ്ങനത്തെ ഒന്നും വരികയില്ല. ഇതൊക്കെ പണ്ടത്തെ ക്വസ്റ്റ്യൻസ്, കുറച്ച് ഞാൻ ഇപ്പത്തെ ഒരു റീസെന്റും ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരില്ല എന്നല്ല, വരും. ബട്ട് ഇങ്ങനത്തെ ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോകണ്ട. ഓക്കെ, അപ്പൊ ഹാസിപ്പ് എന്താ സ്റ്റാൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു മാത്സ് ഫോളോയിങ് ആണ്. ഇങ്ങനെ കേട്ടോ ക്വസ്റ്റ്യൻ വരും ഏകദേശം. ഇതിൽ മാത്സ് ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഒരു സൈഡില് ഈ വൈറ്റമിൻസിന്റെ മറ്റൊരു പേരാണ്, ഒരു സൈഡിൽ വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ വൈറ്റമിൻ സി എന്താണ് നമ്മൾ അതിനെ വിളിക്കുക, വൈറ്റമിൻ B12 നമ്മൾ വേറെ പേരെന്താണ്, വൈറ്റമിൻ B6 നമ്മൾ എന്ത് വിളിക്കും, വൈറ്റമിൻ B1 എന്താ വിളിക്കാണ്. അപ്പോൾ വൈറ്റമിൻ സിനെ നമ്മൾ മറ്റൊരു പേരാണ് അസ്കോർബിക് ആസിഡ് എന്ന് നമ്മൾ വിളിക്കും. പിന്നെ വൈറ്റമിൻ B12 സൈനോകൊബാലമിൻ എന്ന് വിളിക്കും. വൈറ്റമിൻ B6 നമ്മൾ എന്താ വിളിക്കാം, ഇനി ഗസസ് നിങ്ങൾക്ക് ഉണ്ടോ? പൈരഡോക്സിൻ എന്ന് വിളിക്കും. B1 നമ്മൾ തയാമിൻ എന്ന് വിളിക്കും. അപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ മാച്ച് ചെയ്യുക. അപ്പൊ ഇതിന്റെ അകത്ത് ഓപ്ഷൻസ് വരുന്നതെന്ന് വെച്ചാല് ഓപ്ഷൻ A:3, A3 എന്നുള്ളത് 3 ഓപ്ഷൻ വന്നു. പിന്നെ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B12 വരുന്നത് സൈനോകൊബാലമീൻ ആണ്. B1 വരുന്നത് സി, തേർഡ് ഓപ്ഷൻ ആണ്. അപ്പം പിന്നെ ഓപ്ഷൻ B6 വരുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ 3 ലോക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇതൊരു മോഡലാണ് മാത്സ് ഫോളോയിങ്. ഇനി അടുത്തത് നമ്മുടെ ഡോ എങ്ങനെയാണ്, സ്ട്രെയിറ്റ് ഡോ, കുറെ സ്റ്റെപ്സ് ഓഫ് സ്ട്രെയിറ്റ് ഡോ സിസ്റ്റം എങ്ങനെയായിരിക്കും ഇതിന്റെ സ്റ്റെപ്പ് വരുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഓരോന്നിന്റെ ഡോ മേക്കിങ്ങിൽ ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കുക, പിന്നെ ഓരോ 1 മെത്തേഡ് ഉണ്ടാവും, 1 2 മെത്തേഡ് ഉണ്ടാവും, 1 3 അങ്ങനെ ഓരോ മെത്തേഡ്സും ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന്, അപ്പം ഇതില് എങ്ങനെയാണ് ഈ ഡോ സിസ്റ്റത്തിൽ എങ്ങനെയാണ് സ്റ്റെപ്സ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ഡോ കിട്ടുകയാണെങ്കിൽ ആദ്യം അതിനെ മിക്സ് ചെയ്യും. ഡോ ഡോ നീഡിങ് ഉണ്ടാവും. പിന്നെ അടുത്തത് നമ്മൾ നോക്ക് ബാക്ക് ചെയ്യും. നോക്ക് ബാക്ക് ആഫ്റ്റർ റെസ്റ്റിങ്, അതായത് നമ്മൾ കുറച്ച് എയറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോയിൽ ഉണ്ടെങ്കിൽ അതിനൊന്ന് നോക്ക് ബാക്ക് ചെയ്യും. അതാണ് നെക്സ്റ്റ്. പിന്നെ നമ്മൾ പൂഫിങ് ചെയ്യും. അല്ലല്ല, ഇന്റർമീഡിയറ്റ് നടുവിൽ വരുന്നല്ലേ, ഇന്റർമീഡിയറ്റ് പൂഫിങ് ചെയ്യും. പിന്നെ നമ്മൾ മോൾഡിങ് ചെയ്ത് പൂഫിങ് ചെയ്യും. അപ്പം ഇതിൽ ഓപ്ഷൻ ഏതാ വരിക? ഫസ്റ്റ് ഇ മിക്സിംഗ് ആണ്. പിന്നെ സി നോക്ക് ബാക്ക് ചെയ്യും ആഫ്റ്റർ റെസ്റ്റിങ്, അപ്പൊ സി. പിന്നെ ഡി ഇന്റർമീഡിയറ്റ്. അപ്പൊ ഓപ്ഷൻ ടു ആണ് വരിക. ECDBA ഈ ഓപ്ഷൻ ആണ് വരിക. ഇതാണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അസാസിനേഷൻ അല്ല, സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ്, ഏത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഏത് സ്റ്റേറ്റ്മെന്റ് റോങ് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ട് മിൽക്ക് ഈസ് എ പാസ്ചറൈസ്ഡ് ടു കിൽ പാത്തജനിക് മൈക്രോ ഓർഗാനിസംസ്. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ട് പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ഓൾസോ ഇംപ്രൂവ് ഷെൽഫ് ലൈഫ് ഓഫ് മിൽക്ക്. രണ്ടും ശരിയല്ലേ? അപ്പൊ മിൽക്ക് ആണ് നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്താൽ പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം നമുക്ക് കൊല്ലാൻ പറ്റും. പാസ്ചറൈസേഷൻ ചെയ്ത മിൽക്കിന്റെ ഷെൽഫ് ലൈഫ് കൂടും ചെയ്യും. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. ഓക്കെ, അതാണ് അതിന്റെ ഫസ്റ്റത്തത്. അതിന്റെ ആൻസർ വരുന്നത് അതാണ് കേട്ടോ. ഇതാണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി അടുത്ത് നമുക്കൊരു അസാസിനേഷനും റീസണും നോക്കാം. ഇതിന്റെ അകത്തുള്ള അസാസിനേഷൻ എന്ന് പറഞ്ഞാല് ഫുഡ് പ്രിസർവേഷൻ ബൈ ഇറാഡിക്കേഷൻ ഇസ് ടേംഡ് ആസ് കോൾഡ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, ഇറാഡിയേഷന്റെ മറ്റൊരു പേരാണ് കോൾഡ്, അത് ശരിയാണ്. ഇനി അതിന്റെ റീസൺ കൊടുത്താൽ ഇറ്റ് ഈസ് ബിക്കോസ് മൈക്രോബിയൽ ഡിസ്ട്രക്ഷൻ ക്യാൻ ബി അച്ചീവ്ഡ് വിത്തൗട്ട് ഹീറ്റിംഗ് ഓഫ് ദ ഫുഡ്. അതും ശരിയാണ്. എന്താ വെച്ചാല് ഹീറ്റ് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് അതിനെ നമ്മൾ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? ബോത്ത് അസാസിനേഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഇങ്ങനെ അസാസിനേഷനും റീസണും വരാം. ഏതോ ഒരു എക്സാമിന്
മൊത്തം അസാസിനേഷനോ റീസണോ, അതായത് ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഒന്നെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു ടൈപ്പിൽ ചോദിക്കും, അല്ലെങ്കിൽ മാത്സ് ഫോളോയിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പോയിന്റ്സ് ആയിട്ട്. പിന്നെ ചില സമയങ്ങളിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് ഇപ്പം 2 hour ആണ് എക്സാം എങ്കിൽ ഫുള്ളും ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മടുക്കും ഇത് വായിച്ചിട്ട്. കുറച്ചൊക്കെ കുറച്ചൊക്കെ മാത്സ് ഫോളോയിങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓക്കെ ആയിരിക്കും. പക്ഷെ ചിലപ്പം നമുക്ക് ഫുള്ള് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് കുടുങ്ങി. അപ്പം പിന്നെ അസാസിനേഷൻ ആണെങ്കിൽ ഫുള്ള് അതും നമുക്ക് മടുക്കും കുറെ കഴിഞ്ഞാല്. അപ്പം ഏതൊരു എക്സാമിന് ഫുൾ അസാസിനേഷൻ റീസൺ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് മെയിൻലി നമ്മുടെ സിമ്പിൾ ആയിട്ട് വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ചിലത് മിക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു പേപ്പർ ആയിരിക്കും. ചില സമയങ്ങളിൽ അധികം അസാസിനേഷൻ റീസൺസും തരും. അങ്ങനെയും പേപ്പർ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാത്തിനും റെഡി ആയിട്ട് നിൽക്കുക. ഇനി ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ഇപ്പൊ ചോദിക്കട്ടോ. അപ്പൊ നമ്മൾ കോളേജിനെ പറ്റി പറഞ്ഞു, എവിടേക്കാണ് കോളേജും കാര്യങ്ങളും ഉള്ളത്, ഓരോ സിലബസ് പറഞ്ഞു, പിന്നെ ഓരോന്നിന്റെ ഡെപ്ത്, അതായത് എത്ര വെയിറ്റേജ് ഓരോന്നിന് വരും, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കട്ടോ. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ആ നേരത്തെ പറഞ്ഞ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയും പിന്നെ മറ്റേ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനും രണ്ടും രണ്ട് എക്സാം ആണോ? അതെ അതെ, 2 എക്സാം ഉണ്ടാവാറ്. രണ്ട് എക്സാം, അതായത് ന്യൂട്രീഷന് അല്ലല്ല, ഒരു എക്സാം ആണ്. അല്ല, 2 എക്സാം ആണ്. 2 പ്രാവശ്യം അപ്ലൈ ചെയ്യണം. അപ്പൊ രണ്ടും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് എക്സാം നടക്കുക? കേട്ടോ, അതായത് ഫുഡ് സയൻസ്, ഫുഡ് ടെക്നോളജി അല്ല, ഒരു എക്സാം ആയിരിക്കും. ഒരു എക്സാമും നിങ്ങൾക്ക് ഇപ്പൊ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് 2 ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻസ് ഉണ്ടാവോ നോക്കുക. അധികം ഒരു എക്സാം ആയിരിക്കും, എന്നിട്ട് 2 പ്രാവശ്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാണ് വരല്. ഇപ്പം ഞാൻ എഴുതിയ സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതേനു ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഈ ഒരു എക്സാമിന് കൊടുത്തു. എന്നിട്ട് ഞാൻ പോണ്ടിയിലും 2 എണ്ണത്തിന് അപ്ലൈ ചെയ്തു. പോണ്ടിയിൽ തന്നെ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അപ്ലൈ ചെയ്തു, ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനും അപ്ലൈ ചെയ്തു. 2 പ്രാവശ്യം അപ്ലൈ ചെയ്യാം. ഒരു എക്സാം 2 അപ്ലിക്കേഷൻ, 2 അപ്ലിക്കേഷൻ കൊടുക്കണം, വേറെ വേറെ തന്നെ കൊടുക്കണം. അപ്പൊ രണ്ടിന്റെ പേപ്പർ കോഡ് സെയിമാ? SCPQ12? അതെ അതെ, അത് ഇപ്രാവശ്യം മാറിയിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. നിങ്ങളിപ്പം അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുത്തില്ല. കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്ലിക്കേഷന് നമ്മുടെ കോഡ് ഉണ്ടാവും, SCPQ12 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫുഡ് ടെക്നോളജി ഉണ്ടാവും. അതിന്റെ താഴെ തന്നെ ഉണ്ടാവും വേറെയും കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, അതായത് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ട് വേറെയും കോഡ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 എണ്ണം അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് 2 കോഴ്സിലേക്കാണ് ആ ഒരു കോഴ്സിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ അതിനും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം 4 ഓപ്ഷൻസ് കൊടുക്കാനുള്ള ഇതുണ്ട്. 4 ഡേയ്സിൽ എനിക്ക് എക്സാം ഉണ്ടാവുക. ഇതുവരെ അങ്ങനെ ഇല്ല. ഇപ്രാവശ്യം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോന്ന് അറിയില്ല. ഇനി വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്സ്? ഹലോ മാം, കോളേജ് ഒന്നുകൂടെ പറഞ്ഞുതരുമോ? ഓക്കെ, കോളേജ് വരുന്നതെന്ന് വെച്ചാല് നോക്കിക്കോളൂ. പോണ്ടി യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ഉണ്ട്. പോണ്ടി യൂണിവേഴ്സിറ്റിയിൽ 2 കോഴ്സസ് ആണുള്ളത്, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയും
ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ ആണ് വരുന്നത്. പഞ്ചാബില് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ബാബാ സാഹേബ് ഭീംറാവോ അംബേദ്കർ യൂണിവേഴ്സിറ്റി അവിടെ MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ MVOC ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. 2 years ബിഫോർ വരെ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിരുന്നു ഉള്ളത്, മാറിയിട്ടുണ്ട്, MVOC ആയിട്ടുണ്ട്. ഫുഡ് പ്രോസസിംഗ് ആൻഡ് മാനേജ്മെന്റ് ആണ്. മിസോറം യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ MSc ഫുഡ് ടെക്നോളജി ആണുള്ളത്. ഓക്കെ, മാം ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഏകദേശം എത്ര മാർക്ക് വേണം? കട്ട് ഓഫ് ആണെങ്കിൽ വെയിറ്റ്, അതായത് ലാസ്റ്റ് ഇയർ വന്ന പോണ്ടിത്തെ കട്ട് ഓഫ് പറഞ്ഞുതരാം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത് ജനറലില് 190 to 210 വരെയാണ് വന്നത്. OBCയിലാണ് ജനറൽ കേട്ടോ. ജനറലില് 190, അതായത് നിങ്ങൾക്ക് 300-ലായിരിക്കും മാർക്ക് ഉണ്ടാവുക. അപ്പോൾ 190 to 210 വരെ ആയിരുന്നു വന്നത്. പിന്നെ OBCയിലാണെങ്കിൽ 180 to 200 വരെ ആയിരുന്നു OBCയിൽ വന്നത്. പിന്നെ SCയിലാണെങ്കിൽ 170 to 185 ആണ് SCയിൽ വന്നത്. പിന്നെ STയിൽ വന്നത് 165 to 175 വരെ ആണ് STയിൽ വന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഓരോ ഇയർ മാറും കേട്ടോ ഈ കട്ട് ഓഫ് അല്ല. ഇതിന്റെ കഴിഞ്ഞ വർഷം തീരെ ഡിഫറെന്റ് ആയിരുന്നു. അന്ന് പിന്നെ ജനറൽ പേപ്പർ ഒക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം തൊട്ടാണ് ജസ്റ്റ് നമ്മുടെ സബ്ജക്ട് പേപ്പർ മാത്രം ഉണ്ടായിരുന്നത്. ജനറൽ ഇപ്പോഴും സബ്ജക്ട് മാത്രം ആകുമ്പം കുട്ടികൾ നമുക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാനുള്ളത് കിട്ടും. ബിക്കോസ് ജനറൽ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്താണ്, ഇപ്പം സബ്ജക്ട് മാത്രമാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അധികം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 200 above പോയവരൊക്കെ ഉണ്ട് കുറെ പേര്. അപ്പം എന്ത് ചെയ്യാ, നിങ്ങൾ ഈ കട്ട് ഓഫ് ഇത് എടുക്കരുത് നിങ്ങൾ. അതായത് ഈ കട്ട് ഓഫ് തന്നെയാണ് എന്നുള്ളത് അല്ല, ഡിഫറെന്റ് ആവും. അടുത്ത വർഷം നേരെ തിരിച്ചാവും കട്ട് ഓഫ്. നേരെ പിന്നെ പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ടഫായ പേപ്പർ ആണെങ്കിൽ നേരെ കുത്തനെ കട്ട് ഓഫ് കുറയും. അപ്പൊ 200-ന്റെ താഴെ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും 200 above പോയിട്ടുണ്ട്. പിന്നെ പഞ്ചാബിലാണെങ്കിലും ഏകദേശം 200 above ആണ്. ജനറലിലും OBCയിലും ഏകദേശം ഈ പഞ്ചാബും പോണ്ടിച്ചേരിയും ഏകദേശം ഇതേ ഒരു കണക്കിലാട്ടുള്ളത്, SC OBCയിലും ഒക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ആർക്കെങ്കിലും എന്റെ ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഫുഡ് ടെക്കിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. അപ്പൊ നിങ്ങൾ ഇപ്പോഴും പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മാർച്ചിലാണ് എക്സാം വരുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ ജൂണിലൊക്കെയായിരുന്നു എക്സാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നു, 2 months-ഓളം ഞങ്ങൾക്ക് പഠിക്കാനും കാര്യത്തിനൊക്കെ ടൈം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അതില്ല, നിങ്ങൾക്ക് മാർച്ചിൽ തന്നെയാണ് എക്സാം വരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ അത് പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ പേപ്പറിന്റെ കൂടെ, നിങ്ങളിപ്പോ ഡിഗ്രി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ തന്നെ ഇതിനെ പഠിച്ചുകൊണ്ട് തുടങ്ങുക. ഓരോ സബ്ജക്റ്റ്, ഓരോ സെമ്മില് ഓരോ ടോപ്പിക്സ് വരും. നിങ്ങൾക്ക് ഇപ്പൊ 5th-ലും 6th-ലും ഒക്കെയാണ് നമ്മുടെ ഫുഡ് ലോസും കാര്യങ്ങളും വരുന്നത്. ഫ്രൂട്ട് ആൻഡ് വെജിൽ വരുന്നതുണ്ടാവും. ഫ്രൂട്ട് ആൻഡ് വെജ് 4th ആണെന്ന് തോന്നുന്നു. പിന്നെ ഡയറി ഉണ്ടാവും, ഡയറി ടെക്നോളജി ഉണ്ടാവും. അതൊക്കെ ഇപ്പൊ തന്നെ നോക്കി വെക്കുക. അപ്പം പിന്നത്തേക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ലാബ് എക്സാമും കാര്യങ്ങളൊക്കെ വരും. നിങ്ങളുടെ 6th സെമ്മിന്റെ എക്സാം തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിന് ടൈം കൊടുക്കാനുള്ള. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഇതും പഠിച്ചിട്ട് പോവുക. പിന്നെ ഒപ്പം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അല്ലാണ്ട് ക്വസ്റ്റ്യൻസും കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു ടോപ്പിക് നമുക്ക് പിന്നെ ക്ലിയർ ചെയ്യാം. പിന്നെ ലാസ്റ്റത്തിലേക്ക് നമുക്ക് ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ടൈം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ മാക്സിമം ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഇനി ആർക്കും ഒന്നും ഡൗട്ട്സ് ഇല്ലാന്ന് വിചാരിക്കുന്നു. മാം സിലബസ് ഒന്നുകൂടെ പറയോ? ജസ്റ്റ് സിലബസ് മാത്രം പോരെ, ഡീറ്റെയിൽ ആ ആയിട്ട് വേണോ? മതി. വേണ്ട വേണ്ട, സിലബസ് മാത്രം മതി. ഓക്കെ,
സിലബസ് ഇതാണ് വരുന്നത്. ഇൻട്രൊഡക്ഷന് ഡെഫിനിഷന് വരും, മാക്രോ മൈക്രോ ന്യൂട്രിയൻസ് വരുന്നുണ്ട്, പിന്നെ ബ്രൗണിങ്, പിന്നെ തിയറിയിൽ സീരിയൽസ്, പൾസസ്, വീറ്റ് ഗ്രെയിൻ ടെക്നോളജി, മിൽക്ക്, പിന്നെ എഗ്സ് ഉണ്ട്, പിന്നെ മീറ്റ് ആൻഡ് ഫിഷ്, പോട്രി, ചോക്ലേറ്റ്, ഷുഗർ, ഫാക്സ് ആൻഡ് ഓയിൽ. പിന്നെ ബേക്കറിയിൽ വരുന്നതാണ്. ബേക്കറിയിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, പിന്നെ ബ്രെഡ് ആൻഡ് കേക്ക്, പേസ്ട്രീസ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഫ്രൂട്ട് ആൻഡ് വെജിൽ ഇൻട്രൊഡക്ഷൻ, പിഗ്മെന്റ്സ് ആൻഡ് പ്രോസസ്സിംഗ്, ഫുഡ് ഹാർവെസ്റ്റ് ചേഞ്ചസ്, ജാം, ജെല്ലി, മാർമലേഡ്, ചട്നി, സോസ്, പിന്നെ ഫ്രൂട്ട് ബിവറേജ്, പ്രിസർവ്സ്, കാൻഡീഡ്, ക്രിസ്റ്റലൈസ്ഡ് ഗ്ലേസ്ഡ് ഫ്രൂട്ട്സ്, പിക്കിൾസ്, ന്യൂട്രിയൻ ഡെവലപ്മെന്റ്. പിന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് ഹൈജീനിൽ വരുന്നത് ഹൈജീൻ, അഡൾട്രേഷൻ, ഫുഡ് സേഫ്റ്റി റെഗുലേഷൻ, ഫുഡ് സ്പോയിലേജ് ആൻഡ് ടൈപ്പ് ഓഫ് സ്പോയിലേജ്, പിന്നെ ഫുഡ് ക്വാളിറ്റി മാനേജ്മെന്റ്, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഫുഡ് പ്രിസർവേഷൻ, ഇൻട്രൊഡക്ഷൻ, ഡീഹൈഡ്രേഷൻ, കോൺസെൻട്രേഷൻ, റെഫ്രിജറേഷൻ, ഫ്രീസിങ്, കാനിങ്, റേഡിയേഷൻ, അതർ മെത്തേഡ്സ്, ഫെർമെന്റേഷൻ, ന്യൂവർ മെത്തേഡ്, എസെപ്സിസ്. പിന്നെ ഫുഡ് പാക്കേജിങ്, മാർക്കറ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ, ഫുഡ് ക്വാളിറ്റി ടെസ്റ്റിംഗിൽ സെൻസറി ഉണ്ടാവും, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ അനാലിസിസ്, മൈക്രോബിയൽ സാമ്പിളിങ്. ഇത്രയാണ് 9 ടോപ്പിക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇത് ഓരോ ടോപ്പിക്കും നല്ല ഡെപ്ത് ആയിട്ട് നിങ്ങളിപ്പം കോളേജിൽ പഠിക്കുന്നതാണെങ്കിൽ ഓരോ പേപ്പേഴ്സ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ തിയറിയിൽ കണ്ട ഓരോന്നും, ഡയറി നിങ്ങൾക്ക് ഒരു പേപ്പർ ആയിരിക്കും, എഗിന്റെ നിങ്ങൾക്ക് ഒരു പേപ്പർ ആയിരുന്നു, പിന്നെ അതേപോലെ പൾസ് നിങ്ങൾക്ക് ഒരു പേപ്പറാണ്, സീരിയൽസ് ഒരു പേപ്പർ ആയിരുന്നു, അങ്ങനെ ഓരോന്നും ഓരോ പേപ്പേഴ്സ് ആണ്. അത് ജസ്റ്റ് ഇങ്ങനെ 9 ആക്കിയത്. ഓക്കെ, അപ്പൊ കാണുമ്പോൾ ഇത്തിരി ആണെന്ന് വിചാരിക്കരുത്, നല്ല ഡെപ്തിൽ നമുക്ക് നോക്കാനുള്ളതാണ് ഇതൊക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ? നമ്മൾ ക്ലാസ് എൻഡ് ചെയ്യാൻ പോവാട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഐ ഗസ് ഇനി ആർക്കും ഒരു ഡൗട്ടും ഇല്ലാന്ന്. സോ നമ്മൾ ക്ലാസ് എൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം.